ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഫിറ്റിംഗ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ സ്റ്റെപ്പുകൾ ആദ്യം നമ്മൾ അറിയണം. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളാണ് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് മീൻ ആണ്. അതായത് മീൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂവിൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. അതായത് എക്സും എഫും ഉണ്ടാകും. അതിൽ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇ റീസ് ടു മൈനസ് എം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇ റീസ് ടു മൈനസ് എം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം പി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്തണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് എൻ എത്രയാണോ ആ എന്നിനെ പി ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിറ്റ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദി ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് ദി തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഇതിൽ എക്സ് 0, 1, 2, 3, 4 തന്നിട്ടുണ്ട്. എഫ് 1, 23, 59, 14, 3, 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിനെ ജസ്റ്റ് 3 കോളംസ് ആയിട്ട് ആദ്യം കൊടുക്കുന്നു. അതായത് എക്സ്, എഫ്, എഫ് എക്സ്. അതായത് ഇവിടെ നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, മീന് കാൽക്കുലേറ്റ് ചെയ്യണം. ബേസിക് ന്യൂമറിക്കൽ സ്കില്ലിലൊക്കെ തേർഡ് സെമ്മിൽ പഠിച്ച അതേ രീതിയിൽ തന്നെയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4. ഓക്കെ, ഇത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എഫ് ഫ്രീക്വൻസി കൊടുക്കുന്നു. 123, 59, 14, 3, 1. ഓക്കെ, ദെൻ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 0 × 123 0 വരും. 1 × 59 59 വരും. 2 × 14 28 വരും. 3 × 3 9 വരും. 4 × 1 4 വരും. ഓക്കെ, ഇനി ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഈ ഫ്രീക്വൻസിയുടെ കോളവും അതേപോലെ എഫ് എക്സിന്റെ കോളവും നിങ്ങൾ ആഡ് ചെയ്യാം. നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 100 എന്ന് കിട്ടും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീൻ ആണ്. മീൻ അതായത് എക്സ് ബാർ നമ്മൾ പണ്ട് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മീന് കിട്ടും. ഓക്കെ, സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 100 ആണ്. എൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എഫ് ആണ്. ഓക്കെ, അതായത് 200 ആണ്. അതായത് 100 ഡിവൈഡ് ബൈ 200 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 0.5 എന്ന് കിട്ടും. അപ്പൊ മീൻ എത്രയാണ് ഇവിടെ, 0.5 ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റീസ് ടു മൈനസ് എം ഇൻറ്റു എം റീസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ കേസിലും നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു 3 കോളംസ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഒന്നാമത്തെ കോളം എക്സ് ആണ്. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അതായത് പി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നു. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇവിടെ എന്താണ്, പി ഓഫ് എക്സ് ഇൻറ്റു എൻ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് എൻ ഇൻറ്റു പി ഓഫ് എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ 1, 2, 3, then 4. ഓക്കെ, ഇനി പി ഓഫ് എക്സ് കാണണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഓരോന്നിന്റെയും എക്സ് ഡിഫറെന്റ് ആണ്. മീന് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. എക്സ് ഓരോന്നിന്റെയും ഡിഫറൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് ചെയ്യണം. ഇനി ഇ റീസ് ടു മൈനസ് എം നമുക്ക് കണ്ടെത്തി വെക്കാം. ഇ റീസ് ടു മൈനസ് എം എന്ന് പറയുന്നത് ഇവിടെ എം എത്രയാണ്, എം നമ്മൾ കണ്ടെത്തിയ 0.5 ആണ്. ഇ റീസ് ടു മൈനസ് 0.5 നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് എങ്ങനെയാണ്, 1 ഡിവൈഡഡ് ബൈ ആന്റി ലോഗ് ഓഫ് എന്തായിരുന്നു, ആന്റി ലോഗ് ഓഫ് എം ഇൻറ്റു ലോഗ് ഇ എന്നുള്ളതായിരുന്നു ഇക്വേഷൻ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇനി ഇവിടെ ഇത് കണ്ടെത്താൻ എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ ആന്റി ലോഗ് ഓഫ് എം എന്ന് പറയുന്നത് 0.5 ആണ് ഇൻറ്റു, ഇനി ലോഗ് ഇ എന്ന് പറയുന്നത് 0.4343 ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് കോമൺ വാല്യൂ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 0.4343 ആണ്. 21 നെക്സ്റ്റ് വരുന്ന ഡേറ്റ് 7 ആണ്. 7 എന്ന് പറയുന്ന വാല്യൂയുടെ നേരെ വരുന്ന വാല്യൂ നോക്കുക. അത് എത്രയാണ് കിട്ടുക, നമുക്ക് 1648 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്ന വാല്യൂ 2 ആണ്. ഈ 21ന്റെ നേരെ തന്നെ വരുന്ന നെക്സ്റ്റ് മീൻ ഡിഫറൻസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന വാല്യൂ നോക്കുക. അത് എത്രയാണ് വാല്യൂ വരുന്നത്, 1 ആണ്. അപ്പൊ 1 കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 1649 എന്ന് കിട്ടും. 1649 എന്ന് കിട്ടും.
ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ സീറോന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഒരു സ്ഥാനം ഒന്നുകൂടെ അതിന്റെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥാനമാണ് വരുന്നത്. അതായത് സീറോന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ ഒന്ന് തന്നെയാണ്. ആ ഒരു സ്ഥാനം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. എത്ര വരും? 1.649 എന്ന് വരും. നമ്മുടെ ആന്റി ലോഗ് ആണ് എന്ത്? 1.649 എന്ന് പറയുന്നത്. നമ്മൾ ഈ -0.5 എന്നുള്ളതിലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് 1/1.649 ഈസ് ഈക്വൽ ടു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.6064 എന്ന് നമുക്ക് ആന്റി ലോഗിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഓരോന്നിന്റെയും പി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ -m എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. 0.6064 എന്നുള്ളതാണ് ഇവിടെ -m എന്ന് പറയുന്നത്. അത് ആദ്യം കണ്ടെത്തി വെക്കുക. ഇനി ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന കോളം നിങ്ങൾ ആദ്യം ഫില്ലാക്കണം. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് എത്രയാണ്? 0 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് പി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. m നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 0.6064 ആണ്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? m റീസ് ടു എക്സ്. m എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? m എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പൊ 0.5 റീസ് ടു എന്ത് വരും? 0 ആണ് ഇവിടെ. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. 0 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇതിനാ നിങ്ങൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ ഇന്നർ കോളത്തിൽ തന്നെ കാണിക്കണം. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾ പുറത്ത് വർക്കൗട്ട് ചെയ്തിട്ട് കാണിച്ചാൽ മതി. ഇവിടെ ആൻസർ വരും എങ്ങനെയാണ്? ഒന്നാമത്തത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? 0.6064 ഇൻറ്റു 0.5 റീസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ 0.6064 ഇൻറ്റു 1 എന്ന് വരും. ഡിവൈഡ് ബൈ 0 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്തിനെയാണ്? 0.6064 തന്നെ വരും. അപ്പൊ ഇവിടെ 0.6064 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒന്നാമത്തതിന്റെ. ഇനി രണ്ടാമത്തതിന്റെ നമ്മൾ ചെയ്യണം ഇതേപോലെ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്ര തന്നെ? 0.6064 തന്നെ ഇൻറ്റു 0.5 റീസ് ടു എന്താവും? ഇവിടെ 1 ആവും. ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എന്നാകും. ഓക്കെ, അപ്പൊ ഇവിടെ മാറ്റം എന്താണ്? ഇവിടെ 0.5 റീസ് ടു 1 എന്ന് പറഞ്ഞാൽ 0.5 തന്നെയാണ്. 0.5 ഇൻറ്റു 0.6064 കണ്ടെത്തണം. അപ്പൊ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര കിട്ടും? 0.3032 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പി ഓഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ രണ്ടാമത്തത് 0.6064 ഇൻറ്റു 0.5 റീസ് ടു 2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ കാണണം. ഇതേപോലെ മൂന്നാമത്തതും നാലാമത്തതും ഓരോന്നിന്റെയും സെപ്പറേറ്റ് കാണുന്നു. എന്നിട്ട് ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളത്തിൽ n ഇൻറ്റു എന്താണ് കാണേണ്ടത്? ഈ പി ഓഫ് എക്സ് ആണ്. n എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 200 ആണ്. ഈ 200 ഇൻറ്റു എന്താണ്? ഓരോ പി ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ 200 ഇൻറ്റു 0.6064 കണ്ടാൽ 129. അത് നിങ്ങൾ ഇതിന് ചെറിയ പോയിന്റ് ഡെസിമൽ വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾ റൗണ്ടഡ് ഫിഗറിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ അടുത്തത് 0.3032 ഇൻറ്റു 200 ഇങ്ങനെ ഓരോന്നിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 121, 61, 15, 3, 0 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യാത്തത് വീഡിയോ കുറെ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇത്തരത്തിലാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.